ഈ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ആവേശകരമായിട്ടുള്ളൊരു മത്സരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സെമി ഫൈനൽ മത്സരം തന്നെയാണെന്ന് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. സഞ്ജു സാംസണിന്റെ അതിഗംഭീരമായിട്ടുള്ളൊരു ബാറ്റിംഗ് പ്രകടനം, അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ബാറ്റർമാരുടെ ഒരു അഴിഞ്ഞാട്ടം, പിന്നെ ബുംറയുടെ ഒരു കിടിലൻ ഓവർ, അക്സർ പട്ടേലിന്റെ ചില മിന്നുന്ന പ്രകടനങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്നപ്പോ, അതുപോലെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു നല്ല ബോളിംഗ് പെർഫോമൻസ്, എല്ലാം കൂടി ഒത്തു വന്നപ്പോ 7 റൺസിന്റെ വിജയവും സ്വന്തമാക്കിയിട്ട് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ മത്സരത്തെക്കുറിച്ച്, ഈ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം സഞ്ജുവിനെ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായും നമ്മൾ സഞ്ജുവിന് വേണ്ടിയിട്ട് കുറേയധികം വിമർശനങ്ങൾ പിന്നെ കമന്റ് ബോക്സിൽ സഞ്ജുവിനെ പോയപ്പോൾ സഞ്ജുവിന്റെ PR എന്ന് പറഞ്ഞ കുറേ കേട്ടാണ്. പക്ഷെ സഞ്ജു എന്തായിരുന്നു, എങ്ങനെ തിരിച്ചു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഒരു സ്വപ്നം കണ്ടതാണ് സഞ്ജു എന്നല്ല ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്ററും സ്വപ്നം കാണുന്നതാണ് പിന്നെ സൂപ്പർ 8 അവസാന മത്സരവും ഇന്നലത്തെ സെമി മത്സരവും. കാരണം തൻ്റെ ചിറകിലേറി ടീം ജയിക്കുക എന്ന് പറയുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ടീമിന് രക്ഷകനാവുന്നുള്ളത് അത് സഞ്ജു അല്ല ആർക്കായാലും ഒരു പിന്നെ അഭിമാനം അല്ലെങ്കിൽ സ്വപ്ന നിമിഷമാണ്. അത് 2 തവണ ഇപ്പോൾ സഞ്ജുവിലൂടെ നടക്കുന്നു. ഇന്നലെ ഒരു ലൈഫ് കിട്ടി. ആ ലൈഫ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ലൈഫിനെ അവർ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനാണ് വിട്ടുകളഞ്ഞത്. ആ വിട്ടുകളഞ്ഞത് ലോകകപ്പിലേക്കുള്ള ടിക്കറ്റ്, ഫൈനലിലേക്കുള്ള ടിക്കറ്റ് തന്നെയായിരുന്നു. സഞ്ജുവിൻ്റെ തകർപ്പൻ പെർഫോമൻസ് ഒരു ഇതും പറയാനില്ല. കാരണം പിന്നെ അഭിഷേക് വീണ്ടും നിരാശപ്പെടുന്നുണ്ട്, പക്ഷേ സഞ്ജുവിന് അതൊന്നും ബാധിക്കുന്നില്ല. പിന്നെ മധ്യ ഓവറിൽ പിന്നെ വരുന്നവരെല്ലാം അല്ലെങ്കിൽ പിന്നെ എന്താണ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെല്ലാം ആണെങ്കിലും എല്ലാവരും തിലക് അങ്ങനെ ഒരുവിധം എല്ലാവരും നല്ല സംഭാവന നൽകുന്നു. അതിനൊപ്പം സഞ്ജുവിന്റെ ഒരു സൂപ്പർ പെർഫോമൻസ് കൂടെ ആകുമ്പോൾ ശിവൻ ദുബെ എടുത്തു തന്നെയാണ് കഴിഞ്ഞ സൂപ്പർ 8 അവസാനം 2 ഫോറും ഈ മത്സരത്തിലെല്ലാം. ശിവൻ ദുബെ ബോളിംഗിലേക്ക് എത്തുമ്പോൾ ചില ആശങ്കകളുണ്ട്, പക്ഷേ എങ്കിൽ കൂടി ബാറ്റിംഗിൽ അദ്ദേഹം നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ മൊത്തത്തിലൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു. കുറേ നാളായിട്ടുണ്ടല്ലോ ഒരു നെഞ്ചിടിപ്പ്, ഒരു മത്സരം കണ്ടിട്ട് കുറേ ഒരു കാണാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അതൊന്നും മാറി കിട്ടി. ഇങ്ങനെ അത്ര നെഞ്ചിടിക്കാനുണ്ടായെന്ന് വെച്ചാൽ കൈവിട്ട് പോയെന്ന് തോന്നിയാണ്. ബൂമ്ര അറിയാൻ വന്നില്ലെങ്കിൽ ആ ഓവറിൽ 17 ഓവറിൽ 18 ഓവറിൽ വന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കളി മാറിയതിന് സംശയമുണ്ട്. പക്ഷേ പിടിക്കാൻ വേണ്ടി പറ്റി, ആഗ്രഹിച്ചതുപോലെ തന്നെ ഫൈനലിലേക്ക് എത്തി. ഇനി അവിടെ ന്യൂസിലാൻഡാണ്, ഇതിനേക്കാൾ വലിയ വമ്പന്മാരാണ്. മികച്ച പോരാട്ടം ഇന്ത്യ കപ്പടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഒരു സഞ്ജു ആരാധകൻ എന്ന രീതിയിൽ ഈ മത്സരം കാണുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ നമുക്കറിയാം നിരന്തരമായി നിരാശപ്പെടുത്തിയിരുന്നു എന്ന രീതിയിൽ വിമർശനങ്ങൾ ഒരുപാട് കേട്ട സഞ്ജു ഒരു കിഡിലൻ ഇന്നിങ്സ് കളിച്ചിട്ട് 97 റൺസ് നേടിയിട്ട് ഇന്ത്യനെ സെമിയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ സെമിയിൽ സഞ്ജു ഇനിയിപ്പോ എന്ത് തന്നെ ചെയ്താൽ പോലും, ഒരു പെട്ടെന്ന് ഇത് ഔട്ടായാൽ പോലും നമ്മൾ അത് ആ ഒരു രീതിയിൽ നമുക്ക് 20 കടക്കുമ്പോൾ ആശ്വാസം, 30 കടക്കുമ്പോൾ 40 കടക്കുമ്പോൾ ആശ്വാസം, ആ രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു. പക്ഷെ ഞാൻ ഇതിനകത്ത് രോമാഞ്ചം തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ICC ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ഇതിന്റെ വോട്ടെടുപ്പിൽ കാണിച്ചപ്പോ ഒരു 4 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു, അതായത് ഈ ലോകകപ്പിന്റെ തുടക്കത്തില് ഒരു ചിത്രത്തിലേ ഇല്ലാതിരുന്ന, പ്ലേയിങ് 11-ൽ ഇല്ലാതിരുന്ന സഞ്ജുവിന്റെ പേര് ആ കൂട്ടത്തില് വോട്ടിൽ കാണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ആവേശം തീർച്ചയായിട്ടും ഉണ്ട്. ഇനിയൊരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുകയാണെങ്കിൽ, ഫൈനലിൽ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സഞ്ജു അങ്ങനെ അത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൗട്ട് പോലുള്ള മത്സരങ്ങളിൽ ഏറ്റവും സമ്മർദ്ദം വരുന്ന മത്സരങ്ങളിലാണ് സഞ്ജു തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ്. ആദ്യ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരമാണെങ്കിൽ ഒരു ചേസിങ്ങിലായിരുന്നു സഞ്ജു സംഭാവന ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ഇംഗ്ലണ്ടിനെതിരെ വന്നപ്പോൾ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ തന്നെ കൃത്യമായി കണക്കൂട്ടലുകൾ, ആർച്ചർക്ക് ആദ്യത്തെ 1-2 സ്ഥലങ്ങളിൽ പിഴക്കുന്നുണ്ട്. ആ പിഴവുകൾ മുതലെടുത്ത് ആർച്ചറിനെ കടന്നാക്രമിക്കുന്ന ഒരു സഞ്ജു ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ബോളിംഗ്, സത്യത്തിൽ എനിക്ക് തോന്നുന്നു വിൽ ജാക്സന്റെ ഒരു പെർഫോമൻസ് ബോളിംഗിൽ വന്നിരുന്നു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. അഭിഷേകിന്റെ വിക്കറ്റ് എടുക്കുന്നു, ഓഫ് സ്പിന്നർ ഉപയോഗിച്ച് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഈ പറയുന്ന സ്പിന്നറെ ഉപയോഗപ്പെടുത്തുന്ന സമയത്താണ് സ്പിന്നർമാരെ വെച്ച് ഇപ്പൊ ഡോസനൊക്കെ പന്തെറിഞ്ഞിട്ട് ആ രീതിയിൽ ഒരു പിടുത്തം കൊണ്ടുവരുമെന്ന് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിൽ ഒരു ചേഞ്ച് വരുത്തുകയും ശിവൻ ദുബെ വരികയും ചെയ്യുന്നത്. ശിവൻ ദുബെ തകർത്തടിക്കുന്നുണ്ട്. ആദിൽ റഷീദിനെ പോലുള്ള ഒരു താരം, നമ്മൾ ഈ മത്സരത്തിന് മുമ്പ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ഈ നിരയിൽ അപകടകാരികളായിട്ടുള്ള അതായത് ബോളർമാരുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന ഒന്ന് ആർച്ചറിനെ സഞ്ജു തീർത്ത്. അടുത്തത് ആദിൽ റഷീദ് എന്ന് പറയുന്ന ഈ ലോകകപ്പിൽ ആദിൽ റഷീദിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ 80-ൽ താഴെ വേഗതയിൽ തന്റെ കരിയറിൽ 29% എറിഞ്ഞ പന്തുകളും ഈ ലോകകപ്പിലാണ് പുള്ളി എറിയുക. 29% പന്തുകൾ ഈ ലോകകപ്പിലാണ് പുള്ളി വളരെ ഇതിൽ തന്ത്രപൂർവ്വം പന്തെറിയുകയും ആ ഒരു നിർണായകമായിട്ട് നമുക്കറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടക്കുന്ന ഒരു ലോകകപ്പിൽ സ്വാഭാവികമായിട്ടും
സ്പിന്നർമാർക്ക് വലിയ ഒരു റോള് നിർവഹിക്കാനുണ്ട്. ആ സത്യത്തില് ആദിൽ റഷീദിനുള്ള ഒരു മറുമരുന്നായിരുന്നു ശിവൻ ദുബെ എന്നുള്ള കട്ടന്ന് ആക്രമിക്കുന്ന ഒരു ഇതാണ്. ഇഷാൻ കിഷന്റെ വിക്കറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ വളരെ തന്ത്രപൂർവ്വം കടന്നാക്രമിക്കുന്ന ഒരു ഇന്ത്യൻ ടീം. കൃത്യമായിട്ട് അവരുടെ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഓവർ തീർക്കണം എന്ന് പോലും ഇംഗ്ലണ്ടിന് പറയാൻ പറ്റാത്ത അത്രയും ഒരു പ്രകടനം ഇന്ത്യ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് ബാക്കി ബുംറയുടെ ഒരു ബോളിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ബുംറയുടെ ബോളിംഗ് ഈ പറഞ്ഞാൽ തന്നെ നമ്മൾ ബാറ്റിംഗിൽ സഞ്ജുവിനെ ഇന്നലെ അത് സഞ്ജു തന്നെ തുടങ്ങാം. സഞ്ജു മത്സരശേഷം പിന്നെ മത്സരത്തിലെ താരമായപ്പോൾ പറഞ്ഞത് ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല, ബൂംറയ്ക്ക് അർഹതപ്പെട്ടതാണ്. ഈ ജനറേഷനിലെ വൺ ബോളറാണ്, ഈ ഒരു ജനറേഷനിൽ ഇങ്ങനത്തെ ഒരു ബോളർ ഒരാൾ മാത്രമേ ഉണ്ടാവുന്ന പറഞ്ഞത്. ആ 18ാമത്തെ ഓവർ എനിക്കൊന്ന് പിന്നെ 18 പന്തിൽ 45 റണ്ണാറ്റാണ് വേണ്ടിയിരുന്നത്. ആ ഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഏകദേശം ഇംഗ്ലണ്ടിലേക്ക് കളി മറിയുന്ന ഒരു അവസ്ഥയാണ്, ബദലാണ് ഉള്ളത്. എന്തും സംഭവിക്കുന്നില്ല, ഇംഗ്ലണ്ടിന് അനുകൂലമായിരുന്നു. ആ സമയത്ത് കളി വന്നിട്ട് ബൂംറ കളി പിടിച്ച് ഒരു 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ആ ഓവറിന്റെ വില അത് ഈ ലോകകപ്പ് നേടി കഴിഞ്ഞാലും എപ്പോഴും എവിടെ ഇരുന്നാലും കണക്ക് പുസ്തകത്തിൽ നമുക്ക് പിന്നെ കാണാൻ വേണ്ടി പറ്റില്ല. ഇന്നലെ ഇപ്പം അതുപോലെ തന്നെയാണ്. അത് പറയുമ്പോൾ അതിനോട് കൂടി പറയാണ്, അക്ഷർ പട്ടേലിന്റെ 2ാമത്തെ ക്യാച്ച്, ആ ക്യാച്ച് സ്കോർ ബോർഡ് നോക്കുന്ന ആൾക്ക് ശിവന്തിയുടെ പേരിലേക്ക് കാണാൻ വേണ്ടി പറ്റും. അക്ഷർ പട്ടേൽ എടുത്ത എഫേർട്ടും അക്ഷർ പട്ടേലിന്റെ അധ്വാനവും ആരും കാണില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ഓവർ വെറും 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ആ 6 റൺസ് അത് ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുന്നു. പിന്നെ വരുന്ന ഹാർദിക്കിനും കാര്യങ്ങൾ എളുപ്പമാവുന്നു. ടീം ഇന്ത്യയുടെ കളി ഞാൻ അവിടെ എനിക്കൊരു ഇതുണ്ട് കേട്ടോ, ഹാർദിക്കിന് കാര്യങ്ങൾ എളുപ്പം ആവുന്നു എന്ന് പറയുമ്പോഴേ അവിടെ ഹാർദിക്ക് പ്രതികരിച്ചൊരു രീതിയുണ്ട്. ഇപ്പൊ നോക്ക്, ബുംറനെ പോലുള്ള ഒരു താരം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഓവർ, ആ ഓവർ കഴിയുമ്പോൾ തന്നെ ഇന്ത്യൻ ആരാധകരെല്ലാവരും കൈയടിക്കുന്നുണ്ട്. ആ ഒരു ഓവറിൽ സമയത്ത് നമ്മൾ ഗാലറിയിലേക്ക് നോക്കുമ്പോൾ ഗാലറി ഏറെക്കുറെ നിശബ്ദമാണ്. ഓരോ പന്ത് എറിയുമ്പോഴും ഒരു റണ്ണ പോയുള്ളൂ എന്നതിന്റെ ഒരു ഇത് കാണുമ്പോൾ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു എന്തോ ഒന്ന് മുന്നിൽ കാണുന്ന ഒരു ഘട്ടത്തിലാണ് ബുംറ പന്ത് എറിയാൻ വന്നത്. പക്ഷെ ആ ഓവർ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കയ്യടി നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഹാർദിക് അതിനോട് ഉചിതമായ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. 9 റണ്ണാണ് വിട്ടുകൊടുത്തത്, വിക്കറ്റും. മത്സരത്തിന്റെ പേസ്, അതായത് ഇംഗ്ലണ്ട് പോകുന്നതിന്റെ ആ താളം മൊത്തം അവിടെ ബൂംറ കളഞ്ഞു. ആ ബൂംറ ഇന്ത്യയിലെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. അത് നിലനിർത്താനും ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിക്കാനും ഹാർദിക്കിന് പറ്റി. അതാണ് ഉദ്ദേശിച്ചത്, തന്നെയാണ് പറഞ്ഞതും. അതിലേക്കാണ് എത്തിയത്. ഇന്നലെ നോക്കിക്കുക, ലാസ്റ്റ് ഓവറിൽ ഒരു 19 റൺസിലേക്കാരും ലാസ്റ്റത്തെ 2 ബോൾ ബൂംറയുടെ ഹാർദിക്കിന്റെ ലാസ്റ്റത്തെ 2 ബോൾ 6 റൺ പോയിരുന്നെങ്കിൽ കളി ഇന്ത്യ തോറ്റു. ശിവന്തുബി 22 റൺസാണ് അവസാനം. അത് ശിവന്തുബിയെ എങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല, അവസാനം അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടാണ് ബൂംറയും ഹാർദിക്കും അവസാനം കളി എറിഞ്ഞു പിടിക്കുന്നത്. അതിൻ്റെ ഒരു ആവർത്തനം തന്നെയായിരുന്നു. അങ്ങനെ ആ 2 ബോളർമാർ ബൂംറയെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് തോന്നുന്നില്ല. അത് ഇന്നലെ ഇത് ബാറ്റ്സ്മാരുടെ പിച്ചായിരുന്നു ഇന്നലെ, ഒരു സംശയമില്ല. പിന്നെ വരുന്നവർക്കെല്ലാം തകർത്തടിക്കാൻ നല്ല പിച്ചായിരുന്നു. പക്ഷേ ഏത് പിച്ച്, എന്ത് പിച്ച്, ആരുടെ പിച്ച് ആയിക്കോട്ടെ, ബൂംറ എന്നൊരു താരം അത് മാറിയിട്ട് നിൽക്കുന്നതാണ്. അത് ഏത് ബാറ്റ്സ്മാൻമാരും ബഹുമാനിച്ചേ പറ്റുന്നു, അല്ലെങ്കിൽ കാര്യമില്ല. ആ രീതിയിൽ തന്നെ ബൂംറ പന്തെറിഞ്ഞ് തൻ്റെ ഡ്യൂട്ടി കൃത്യമായി എടുത്തു. ആ ഇന്ത്യ വിജയത്തിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. ഹാർദിക് ഒന്നും കൂടെ ചേർത്ത് വെച്ച് കൊടുത്തു. ദുബൈക്ക് വന്നിട്ട് പിന്നെ തല്ല് വാങ്ങി 7 റൺസിന്റെ വിജയമാണെങ്കിൽ കൂടി തന്ന് നമുക്ക് എത്ര റൺസ് ചെയ്തെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നോക്കൗട്ടിൽ നമ്മൾ ജയിക്കുക എന്നുള്ളത് അതേ ഉള്ളൂ. എങ്കിൽ കൂടി ഞാൻ പറയണം, ഒരു 20-ൽ താഴെയായിരുന്ന റൺസെങ്കിൽ ചിലപ്പോൾ കളി വിട്ട് പോയാൽ 22 റൺ വഴങ്ങിയല്ലോ. അത് ഉറപ്പല്ല. അതാകുമ്പോൾ ചിലപ്പോൾ ടൈറ്റായി പിടിക്കാൻ വേണ്ടി ദുബൈക്ക് പറ്റിയേക്കാം എന്നൊരു വിശ്വാസം. പക്ഷേ ഈ ദുബൈ അല്ലെങ്കിൽ അക്സർ എന്ന് പറയുന്ന ഒരു, ഞാൻ കരുതി അക്സർ നല്ലതെന്നാണ്. പക്ഷെ അവിടെ ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 6ാം ബോളറായിട്ട് അതായത് 6th ഓപ്ഷനായിട്ട് ശിവൻ ദുബേനെ ആ ഒരു രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം വരുൺ ചക്രവർത്തിനെ പോലുള്ള ഒരു താരം 64 റൺസ് ഒക്കെ വഴങ്ങുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ അർസ്റ്റീബ് ഒക്കെ ഈ രീതിയിൽ നമുക്ക് റണ്ണ് വഴങ്ങുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ടീമിന്റെ പ്രധാന ബോളർമാരിൽ ആരെങ്കിലും കുറച്ച് ഒരു മോശം ദിവസം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിർണായകമായ റോള് വഹിക്കാൻ ഈ ശിവൻ ദുബേക്ക് അല്ലെങ്കിൽ 6th ബൗളിംഗ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷനെ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു. 14-15 ഓവറാകുമ്പോൾ തന്നെ കമന്റേറ്റർമാർ ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ഇന്ത്യയുടെ അവസരം പറഞ്ഞത്. അവരെന്താ തന്നെ പറയുന്നത്, എനിക്കൊന്ന് 17-ാം ഓവറും 18ാമത്തെ ഓവറും ബൂംറ എറിയുന്നതാണ് പറഞ്ഞത്, കമന്ററി പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ലാസ്റ്റ് ഒരു ഓവർ, എന്നാലും ഒരു ഓവർ ബാക്കിയുള്ളത് ഇത് ആരും എറിയും, അക്സറിനെ കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ദുബൈനെ അക്സറിന് ലാസ്റ്റ് ആകുമ്പോഴേ കാണിക്കുന്നുണ്ട്. പക്ഷെ അതുവരെ അക്സറിന് തന്നെ ആയിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊരു ഉദ്ദേശിച്ചു അക്സർ തന്നെ കുഴപ്പമില്ല, അക്സർ എന്തായാലും 22 റണ്ണോ അല്ലെങ്കിൽ 30 റണ്ണോ വഴങ്ങാൻ പോകുന്നില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവസാന ഓവറാണ് സ്പിൻ എങ്ങനെ ആക്രമിക്കുന്നത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ദുബൈ എന്തായാലും പിന്നെ ആ റണ്ണൗട്ട് കൂടി കളി മാറി. ഹാർദിക്കിന്റെ സഞ്ജുവിന്റെ ഫീൽഡിംഗ് ആണ്, അതിലാണ് കളി മാറിയത്. ഒരു കുറച്ചുകൂടി നമുക്ക് ആത്മവിശ്വാസം കിട്ടും. തിലക് വർമ്മ എടുക്കുന്ന ഒരു ക്യാച്ചും വളരെ നിർണായകമായ അക്സറിന് 2 ക്യാച്ചിനെ കുറിച്ച് എടുത്തു പറയാം, അതാണ് പറയേണ്ടത്. അക്സർ ആദ്യത്തെ ഓവറിൽ ബൂംറയുടെ വിക്കറ്റ്, അത് എത്ര പിന്നിലോട്ട് ഓടി എടുക്കുന്ന ക്യാച്ച്, അത് അവിടെയാണ് കളി. നമുക്ക് സഞ്ജു, നമ്മൾ പറഞ്ഞല്ലോ സഞ്ജു 15 റൺസിൽ ഹാരി ബ്രൂക്ക് ഒരു ക്യാച്ച് വിട്ടുകളഞ്ഞു. അവിടെയാണ് ഇംഗ്ലണ്ടിന്റെ പിന്നെ ഫൈനൽ ടിക്കറ്റ് പോയെന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഇപ്പുറം അതൊരു അവസരം ഉണ്ടായിരുന്നു. ചിലപ്പം ആ ക്യാച്ച് ഒരു അർദ്ധാവസരമാണ്, അർദ്ധാവസരം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല.
അർദ്ധവസരം ആയിരുന്നില്ല അത് അക്സർ പട്ടേൽ ക്രിക്കറ്റിലെ ക്യാച്ച് അവിടെ ഇന്ത്യക്ക് അവസരമാക്കി മാറ്റിയെടുക്കുന്നു. അവിടെ ഇന്ത്യ കളി പിടിച്ചു. നമുക്കറിയാം മറ്റ് മത്സരങ്ങളിലെല്ലാം ഇന്ത്യയുടെ ക്യാച്ച് മിസ്സാക്കുന്ന വലിയ അബദ്ധങ്ങൾ പറ്റിയിരുന്നു. പക്ഷേ അവിടെ കളി പിടിച്ചു. അതുപോലെ തന്നെ അവസാനം വരുന്ന ആ റണ്ണിങ് ക്യാച്ച് ബൗണ്ടറി ലൈനിൽ വന്നിട്ട് ദുബൈയുടെ കയ്യിലേക്ക് സുഖമായിട്ടൊരു പുഷ്പം പോലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോകുന്ന അക്സർ പട്ടേലിൻ്റെ ആ 2 ക്യാച്ചുകൾ, അത് ഈ ബൂംറയുടെ ഈ നമ്മൾ പറഞ്ഞ 18ാമത്തെ ഓവറിനെ പോലെ തന്നെ നിർണായകമാണ് ആ 2 ക്യാച്ചുകൾ. ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ഇന്നിങ്സിനോട് ചേർത്ത് വെക്കട്ടെ. ഈ 3 പേരാണെന്നല്ലേ സഞ്ജു, അക്സർ, പിന്നെ അല്ല ഇതില് സഞ്ജു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബുംറയുടെ ഒരു പ്രകടനം, ബുംറയുടെ ആ ഒരൊറ്റ ഓവറാണ് കളി തിരിച്ചത് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു ഓവർ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും റൺസ് വഴങ്ങുന്ന ഒരു മൈതാനത്ത്, അതായത് 2 ടീമും 250, 253, 246 സ്കോർ ചെയ്തൊരു മത്സരത്തിൽ ഇത്രയും നല്ലൊരു സ്പെല്ല് എറിയ എന്നുള്ളത് തന്നെയാണ് ബുംറയുടെ ഒരു ക്ലാസ് തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ബുംറ കളി പ്ലെയർ ഓഫ് ദി മാച്ച് ആയാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യം ഇല്ല. അതുപോലെ തന്നെയാണ് അക്സറിന്റെ 2 ക്യാച്ച് പറയുന്നത്. നമ്മൾ കളിക്കളത്തിൽ എപ്പോഴും റൺസ് കൊണ്ട് മാത്രം ഒരു ആളുകളെ ഇത് ചെയ്യാൻ പറ്റില്ല. നിർണായകമായിട്ടുള്ള ഇത്തരം ടേണിംഗ് പോയിന്റ്, ഇപ്പൊ അക്സറിന്റെ ആ ഒരു ഫീൽഡിങ്ങിലെ പ്രകടനം തന്നെയാണ് ടേണിംഗ് പോയിന്റ്. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ജേക്കബ് ബത്തൽ എന്ന് പറയുന്ന താരത്തെ കുറിച്ചിട്ട് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. 22 വയസ്സ് പ്രായമുള്ള താരം. ഇപ്പൊ നമുക്കറിയാം ആഷസിൽ സിഡ്നിയിൽ സെഞ്ചുറി അടിച്ചിട്ട് വലിയ രീതിയിൽ ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലീഷ് ക്രിക്കറ്റിന്റെ ഒരു ഭാവി എന്നൊക്കെ ആ രീതിയിൽ എല്ലാവരും പറയുന്ന ഒരു താരം ആണ് ബത്തല്. ബത്തലിന്റെ ഒരു ഇന്നിങ്സ് നമ്മള് ബൗണ്ടറികളൊക്കെ എന്താ പറയാ ഒഴുകായിരുന്നു എല്ലാ ഭാഗത്തും. നമ്മളിങ്ങനെ നോക്ക്, ബാറ്റിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ 4 ആവുന്നത്. അങ്ങനെ അത് മാത്രല്ല, പുറകിലേക്ക് അടിച്ച കുറെ ഷോട്ടുകളുണ്ട്. വരുണിനെ എടുത്തിട്ട് അടിച്ച അതെ ആ വരുണിന്റെ ബോളുകളിനൊക്കെ അടിച്ചു. വരുണിനെ പോലുള്ളൊരു വരുൺ ചക്രവർത്തിനെ പോലുള്ളൊരു നമ്മളെ ഒരു രഹസ്യ കാത്തു സൂക്ഷിക്കുന്ന ഒരു താരത്തിന് ഈ രീതിയിൽ 64 റൺസ് വഴങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഒരു ആ രീതിയിൽ ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഒരു ഇപ്പൊ ഈ സഞ്ജു ബാറ്റ് ചെയ്ത് വളരെ കൂളായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് 10 ഓവറിൽ 120 ഒക്കെ എത്തുന്ന ഒരു ഘട്ടത്തില് കമന്ററിയിൽ സംസാരം നടക്കുന്നുണ്ട്, എന്തായിരിക്കും ഈ മൈതാനത്ത് ഒരു മികച്ച സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 250 ഒരു 260 എന്ന ഒരു റൺസ് ഇവിടെ വെക്കേണ്ടി വരും. കാരണം എന്തായാലും ഇംഗ്ലണ്ട് ഒരു 220 ഒക്കെ അടുത്തെത്താനുള്ള ഒരു 220, 230 ഒക്കെ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അവിടെയാണ് അത് 246 വരെ എത്തിക്കുന്ന ആ ബുംറയുടെ ഒരു ഓവറില്ലെങ്കിൽ ഈ കളി തീർന്ന്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് മറ്റുള്ള എല്ലാ ആയുധങ്ങളും നമുക്ക് പാളിപ്പോകുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ബുംറയുടെ ഡെത്ത് ഓവർ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു സാധനം തന്നെയാണ്. അതേസമയം ഈ ഇന്ത്യയുടെ ഓവറോൾ ബോളിംഗ് പെർഫോമൻസിൽ ചില കൺസേൺസ് ഉണ്ട്. അത് വളരെ വ്യക്തമാണ്. ഫൈനലിൽ നമുക്കറിയാം ന്യൂസിലാൻഡിനെ പോലുള്ള ബിഗ് ടീമേഴ്സ് ഉള്ള ഒരു ടീമാണ്. അപ്പൊ ആ ടീമിനെതിരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ കാര്യം അതെ അദ്ദേഹം പറഞ്ഞു നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ അഭിഷേകിന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയുടെ ഒരു പെർഫോമൻസ്, അർഷ്ദീപ് 51 റണ്ണ് വഴങ്ങി. ശിവൻ ദുബെയുടെ ഈ 6th ബോളിംഗ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന സൂര്യകുമാർ യാദവിൽ നിന്നൊന്നും ഒരു വലിയ ഇന്നിങ്സ് കാണാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഒരു ഇതുണ്ട്. തിലക് അവിടെ ഒരു 7 ബോളിൽ 21 3 6 അടിച്ചിട്ട് ഒരു നിർണായകമായിട്ടുള്ള ഒരു ചെയ്യേണ്ട പണി കൃത്യമായി ചെയ്യുന്നുണ്ട്. ശിവൻ ദുബെയും ബാറ്റിംഗിൽ പറയണം. അത് പറയുമ്പോ ഇഷാൻ കിഷനും സഞ്ജുവും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് ഒരു കാര്യം കേട്ടോ. ഈ അഭിഷേകും സഞ്ജുവും ഓപ്പണിംഗിൽ വരുമ്പോ എന്തായാലും ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാള് മാച്ച് വിന്നർമാരാവുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ അഭിഷേക് അല്ലെങ്കിൽ സഞ്ജു, ഇവർ ആരെങ്കിലും ഒരാൾ. ഇഷാറിന് എപ്പോഴും വന്നിട്ട് കൊടുക്കുന്ന സപ്പോർട്ട് കൊടുത്ത് പോകുന്നുണ്ട്. ഇപ്പം പിന്നെ അതങ്ങനെ തുടർന്നാൽ മതി, കപ്പ് നമുക്ക് എടുക്കാൻ വരുന്ന പ്രതീക്ഷിക്കാം. അതെ, അത് മാത്രല്ല 4 മത്സരം കൊണ്ട് റൺവേട്ടയിലൊക്കെ സഞ്ജു എവിടെ ടൂർണമെന്റിലെ താരത്തിന്റെ വോട്ടിംഗിൽ സഞ്ജുവിന്റെ പേര്. അതെ എന്തായാലും നല്ലൊരു മാച്ചാണ് നമ്മൾ കണ്ടത്, ആവേശത്തോടു കൂടി കണ്ടത്. സത്യത്തിൽ പല ഇമോഷണലി അങ്ങനത്തെ നിമിഷങ്ങളൊക്കെ ആയിരുന്നു ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സഞ്ജു എന്താ പറയാ, സഞ്ജു സ്വപ്നം കണ്ടതല്ല, നമ്മൾ സഞ്ജു സ്വപ്നം കണ്ടതാണ്. ആ വിൻഡീസിന്റെ ഒരു ഇന്നിങ്സ് അത് സ്വപ്നം കണ്ടാണ് ഇന്ത്യൻ ടീമിനെ ജയിപ്പിക്കും. നമുക്ക് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതാണല്ലോ ഇന്ത്യ നമ്മളടിച്ച് കളി ജയിപ്പിക്കുന്നത്. അതുപോലെ ഒരു മലയാളി താരം നിന്ന് കളി ജയിപ്പിക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട്. സഞ്ജു അങ്ങനെ സ്ഥിരത കാണിക്കാത്തവരെ നമുക്ക് ഒരു ഇതുണ്ടോ, സ്ഥിരത ഇല്ലാത്തവരാണെന്ന്. സഞ്ജു ഈ വേഗം പോകുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതാ പറഞ്ഞത് 20 എത്തുമ്പോൾ 15 ക്യാച്ച് വിട്ടല്ലോ, അപ്പൊ രക്ഷപ്പെട്ടു. 20 കടന്നു, 30 കടന്നു, കിട്ടുന്നുണ്ട് വെച്ചുമ്പോൾ അങ്ങനെ കയറി പോകുന്നത്. അല്ല, ഇതില് സഞ്ജു ആരാധകരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബോണസ് പോയിന്റ് കൂടി ഉണ്ട്. അതായത് സഞ്ജു അടിക്കാൻ നോക്കിയിട്ടാണ് ഔട്ടായത്. സെഞ്ചുറിക്ക് വേണ്ടി കളഞ്ഞില്ല. അല്ല, അതായത് അവിടെ
ഒരിക്കലും ഒരു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ട് 97 ആ സമയത്ത് സഞ്ജു വളരെ കൂളായിട്ട് മാച്ച് ഇത് ചെയ്യുക, ഒരു അവസാന നിമിഷം വരെ ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് ഇന്ത്യയുടെ വിന്നിങ് റൺ സ്കോർ ചെയ്യുന്നത് സഞ്ജുവാണ്. അതുവരെ നമ്മൾ നിന്നിട്ട് പോലും സഞ്ജു ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന വ്യക്തിഗതമായിട്ടുള്ള സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലത്തെ മത്സരത്തിലും സഞ്ജു ഔട്ടായ പോലും 11 റൺ അകലെയാണ് സെഞ്ചുറി. എന്നിരുന്നാൽ പോലും ആ സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീമിന്റെ ഈ സ്കോർ മതിയാകില്ല ഇംഗ്ലണ്ടിനെതിരെ ജയിക്കാൻ, ഞാൻ അടിക്കണം എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ സഞ്ജു മുന്നേറി എന്നുള്ളതും കൂടി ഈ ആരാധകരെ സംബന്ധിച്ച് ഒരു ആവേശം പകരുന്ന ഒരു ബോണസ് പോയിന്റ് ആണ് എന്ന് കൂടി നമുക്ക് പറയാം. എന്തായാലും നല്ല മത്സരമാണ് കണ്ടത്. ഇനി ഇന്ത്യനെ സംബന്ധിച്ച് ഫൈനലാണ് മുന്നിലുള്ളത്. ഫൈനലിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ സംസാരിക്കണം. അത് ഫൈനലിലെ സാധ്യതകളും മറ്റുമൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യും. എന്തായാലും നല്ലൊരു മത്സരം തന്നെ ഫൈനലിൽ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആശംസിക്കാം. ഇന്ത്യൻ ടീം വിജയം കൈവരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.